ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 13. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. വിവർത്തനം. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിൻ്റെ കർത്താവ് എന്നറിയുക. ഭാവാർത്ഥം: എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവാണ് ശ്രീ ഭഗവാൻ. ഏതൊന്നും അദ്ദേഹത്തിൽ നിന്നുളവായതാണ്, അദ്ദേഹം പുലർത്തിപ്പോരുന്നതാണ്. അവ നശിക്കുമ്പോൾ അദ്ദേഹത്തിൽ വിശ്രമിക്കുകയും ചെയ്യും. അതിനാൽ സമൂഹത്തിൻ്റെ 4 വിഭാഗങ്ങളുടെയും കർത്തൃത്വം അദ്ദേഹത്തിൽ തന്നെ. സത്വഗുണ പ്രധാനികളായതുകൊണ്ട് ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന ബുദ്ധിശക്തി കൂടിയവരാണ് ആദ്യത്തെ വിഭാഗം. ക്ഷത്രിയരെന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗക്കാർ രജോ ഗുണ പ്രധാനികളായതുകൊണ്ട് ഭരണാധികാരികളായി. മൂന്നാമത്തേതായ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികൾ രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സമ്മിശ്രാവസ്ഥയിൽ വർത്തിക്കുന്നു. തമോ ഗുണപ്രധാനരായ തൊഴിലാളികളാണ് 4ാം വിഭാഗത്തിൽപ്പെട്ട ശൂദ്രർ. മേൽപ്പറഞ്ഞ ചതുർവർണ്ണങ്ങളെ, സമൂഹത്തിലെ 4 വിഭാഗങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും ഭഗവാൻ ഇവയിലൊന്നിലും ഉൾപ്പെടുന്നില്ല. മനുഷ്യ സമൂഹം അനേകം ബദ്ധജീവാത്മാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം മാത്രമാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ബദ്ധജീവനല്ലല്ലോ. മറ്റേതു ജന്തു സമൂഹത്തെയും പോലെ തന്നെയാണ് മനുഷ്യ സമുദായവും. മുൻപറഞ്ഞ വർണ്ണവിഭാഗങ്ങൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മൃഗപ്രായരായ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും തന്മൂലം അവർക്ക് കൃഷ്ണാവബോധം സിദ്ധിക്കുന്നതിനുമായിട്ടാണ്. ഒരാൾക്ക് ഏതു പ്രവൃത്തിയിലാണ് താൽപ്പര്യം എന്ന് നിശ്ചയിക്കുന്നത് അയാൾ ആർജിച്ച പ്രകൃതി ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭിന്നങ്ങളായ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചുള്ള ജീവിത ലക്ഷണങ്ങളെ ഭഗവത്ഗീത 18ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. കൃഷ്ണാവബോധമുള്ള ഒരു മനുഷ്യൻ ബ്രാഹ്മണനേക്കാൾ ഉത്കൃഷ്ടനാണ്. ബ്രഹ്മം അഥവാ സർവോത്കൃഷ്ടമായ നിരപേക്ഷ തത്വം അറിയേണ്ടവരാണ് ബ്രാഹ്മണർ. എന്നാൽ അവരിൽ ഒട്ടുമുക്കാലും കൃഷ്ണന്റെ അവ്യക്തഗത ബ്രഹ്മഭാവത്തെയാണ് സമീപിക്കുന്നത്. എന്നാൽ ബ്രാഹ്മണ്യത്തിന്റെ ആ പരിമിത വിജ്ഞാനത്തിനപ്പുറം കടന്ന് പരംപുരുഷനായ ഭഗവാനെ അറിയുന്നവനാണ് കൃഷ്ണാവബോധമുള്ളവൻ അഥവാ വൈഷ്ണവൻ. ശ്രീരാമൻ, നരസിംഹം, വരാഹം മുതലായ കൃഷ്ണന്റെ വിവിധ സമ്പൂർണ്ണ വിസ്തരണങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉൾക്കൊള്ളുന്നുണ്ട് കൃഷ്ണാവബോധം. ഏതായാലും മനുഷ്യരുടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കതീതനാണ് കൃഷ്ണനെന്നിരിക്കെ കൃഷ്ണാവബോധം സിദ്ധിച്ചവനും മനുഷ്യവർഗത്തിലെ വിഭാഗീയതയ്ക്കതീതനാണ്. ജാതി, രാഷ്ട്രം, ഇനം തുടങ്ങിയവയിൽ ഏതിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായാലും അതങ്ങനെ തന്നെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.